ടി വി പ്രസാദ് കേരള ടുഡേക്ക് കൊടുത്ത അഭിമുഖത്തിലാണ് ശ്രീലേഖ ഇങ്ങനെ പറയുന്നത്. അതായത് തനിക്ക് മത്സരിക്കാൻ താല്പര്യമേ ഉണ്ടായിരുന്നില്ല, മേയറാക്കാമെന്ന് പറഞ്ഞപ്പോൾ മത്സരിക്കാമെന്ന് തീരുമാനിച്ചു. പക്ഷേ അവസാന നിമിഷം വരെയും തന്റെ പേര് മേയർ സ്ഥാനത്തേക്ക് പരിഗണിച്ചിട്ട് ഒടുവിലാണ് മാറി മറിഞ്ഞത് എന്ന് പറയുന്നു. ഒരിക്കൽ കൂടി BJP സംസ്ഥാന നേതൃത്വത്തെ വെട്ടിലാക്കുകയാണോ ശ്രീലേഖ? ടി വി പ്രസാദ്. ഉറപ്പായും അരുൺ, വെട്ടിലാക്കുക മാത്രമല്ല കനത്ത പ്രതിസന്ധിയിലേക്ക് പാർട്ടിയെ നയിക്കുക കൂടിയാണ് ശ്രീലേഖ ചെയ്തത് എന്നുള്ളതാണ്. നമുക്കറിയാവുന്നതുപോലെ ഇത് പറയാനുള്ള സാധ്യതയുള്ള ഒരാൾ സംസ്ഥാനത്തെ BJPയുടെ അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ തന്നെയാണ്. കാരണം അദ്ദേഹത്തിന് മാത്രമായിരിക്കും ഇങ്ങനെ ഒരു ഉറപ്പ് കൊടുക്കാൻ സാധ്യതയുണ്ടാവുക. പക്ഷേ അവസാന നിമിഷം വരെ ശ്രീലേഖയെ മേയറാക്കാനുള്ള കാര്യങ്ങളാണ് രാജീവ് ചന്ദ്രശേഖരുടെ ഭാഗത്തു നിന്നുണ്ടായത് എന്ന് നിരന്തരം റിപ്പോർട്ടർ വാർത്ത കൊടുത്തിരുന്നു. നമുക്കറിയാവുന്നതുപോലെ ആ സമയത്തെല്ലാം രാജീവ് ചന്ദ്രശേഖറും BJP നേതൃത്വവും പറഞ്ഞിരുന്നത് ഇതെല്ലാം മാധ്യമ സൃഷ്ടിയാണെന്നായിരുന്നു. ആ സമയത്ത് കെ സുരേന്ദ്രന്റെയും മറ്റ് നേതാക്കളുടെയും കൂടെയൊക്കെ പടങ്ങളിടുന്ന രാജീവ് ചന്ദ്രശേഖരനെയും നമ്മൾ കണ്ടു. ഇതാണ് മാധ്യമങ്ങൾ പറയുന്ന തർക്കം എന്നൊക്കെ പറഞ്ഞുകൊണ്ടായിരുന്നു പല പോസ്റ്റുകളും ഇട്ടത്. ഇപ്പോൾ ഒരു കാര്യം ഉറപ്പായി അരുൺ, ശ്രീലേഖയെ മത്സരിപ്പിച്ചത് മേയറാക്കാമെന്ന ഉറപ്പിന്റെ പേരിലായിരുന്നു. അങ്ങനെ മേയറാക്കിയില്ല, കേന്ദ്ര നേതൃത്വത്തിന്റെ തീരുമാനം വന്നു. ആ തീരുമാനത്തെ ഇനിയിപ്പോൾ പോടാ പുല്ലേ എന്ന് പറഞ്ഞ് ഇറങ്ങിപ്പോകാൻ കഴിയില്ല എന്ന് പറയുന്നത് ഇവിടുത്തെ ജനങ്ങളുണ്ട് എന്നുള്ളത് കൊണ്ടാണ്. അതായത് BJPയുടെ ഈ തീരുമാനത്തെ ഇപ്പോഴും ശ്രീലേഖ എതിർക്കുന്നു എന്ന് തന്നെയാണ് അരുൺ. ഒരു കാര്യത്തിൽ കൂടി വ്യക്തത വരികയാണ്. അന്ന് സത്യപ്രതിജ്ഞ ചെയ്യുന്ന ദിവസം, അന്ന് മേയർ ഡെപ്യൂട്ടി മേയർ തെരഞ്ഞെടുപ്പ് നടക്കുന്ന ദിവസം, അന്ന് നേരത്തെ ഇറങ്ങിപ്പോയി എന്ന വിവാദം വന്ന സമയത്ത് അതല്ല, താൻ മറ്റൊരു ഉദ്ദേശവും ഉണ്ടായിരുന്നില്ല എന്നൊക്കെയാണ് വിശദീകരണം പിന്നെ വന്നതെങ്കിലും ഈ കടുത്ത അസംതൃപ്തിയുടെ ഭാഗമായിട്ട് തന്നെയാണ് ശ്രീലേഖ അന്ന് ഇറങ്ങിപ്പോയത് എന്നുള്ളത് തന്നെയാണ് വ്യക്തമാകുന്നത്. ഒരു കാര്യം ഉറപ്പാണ്, കൗൺസിലറായി മത്സരിപ്പിക്കാൻ താല്പര്യമില്ലാതിരുന്ന മുൻ DGP ആയ ശ്രീലേഖയെ, പാർട്ടിയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റായ ശ്രീലേഖയെ മേയറാക്കാമെന്ന് മോഹിപ്പിച്ചുകൊണ്ടാണ് BJP സംസ്ഥാന നേതൃത്വം ഇവിടെ മത്സരിപ്പിച്ചത് എന്നത് തുറന്നു പറയുന്നത് ശ്രീലേഖ തന്നെയാണ് എന്നുള്ളതാണ്. ഉറപ്പായും ഇത് കേരളത്തിലെ BJP നേതൃത്വത്തിന് കനത്ത തിരിച്ചടിയാണ്. ഇതിൽ രാജീവ് ചന്ദ്രശേഖർ എന്ത് മറുപടി പറയും എന്നുള്ളതാണ്. ഇത്രയും കാലം പറഞ്ഞിരുന്നത് നിങ്ങൾ മാധ്യമങ്ങളാണ് വിവാദങ്ങൾ ഉണ്ടാക്കിയത് എന്നാണ്. നിങ്ങൾ മാധ്യമങ്ങളാണ് പറഞ്ഞത് രണ്ട് തട്ടിലാണ് BJP നേതൃത്വം എന്ന് പറഞ്ഞത് എന്നാണ്. പക്ഷേ ഇതിപ്പോൾ തുറന്നു പറഞ്ഞിരിക്കുന്നത് ശ്രീലേഖ തന്നെയാണ്. തന്നെ മേയറാക്കാമെന്ന ഉറപ്പിലാണ് താൻ കൗൺസിലറായി മത്സരിച്ചത് എന്ന് അരുൺ. താങ്ക് യു. ടി വി പ്രസാദാണ്. നമുക്കിപ്പം ഹരി കൂടിയുണ്ട്. ഹരിമോഹൻ, ഇത് വീണ്ടും BJP നേതൃത്വത്തെ വെട്ടിലാക്കുകയാണ്. BJP സംസ്ഥാന അധ്യക്ഷനായിരിക്കുമല്ലോ സ്വാഭാവികമായിട്ടും ശ്രീലേഖയ്ക്ക് ഉറപ്പ് കൊടുത്തിട്ടുള്ളത്. ഇപ്പൊ ശ്രീലേഖ ഇതിങ്ങനെ വിളിച്ചു പറയുകയാണ്, തന്നെ മേയറാക്കാമെന്ന് പറഞ്ഞിരുന്നു എന്ന് പറയുന്നു. അതിനുശേഷം അവസാന നിമിഷത്തെ ഒരു ഇടപെടൽ ഉണ്ടായി എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അതായത് സംസ്ഥാന അധ്യക്ഷനു കൂടി കിട്ടിയ ഒരു പ്രഹരമായിട്ടാണ് ഇതിനെ വ്യാഖ്യാനിക്കേണ്ടി വരിക. ഇത് വീണ്ടും BJPയിൽ ഒരു പ്രതിസന്ധി സൃഷ്ടിക്കുമോ ഹരി? അരുൺ, തീർച്ചയായിട്ടും നമ്മൾ നേരത്തെ തന്നെ റിപ്പോർട്ട് ചെയ്തതാണ്. ഈ ശ്രീലേഖയ്ക്ക് കൃത്യമായി ഉറപ്പ് സംസ്ഥാന നേതൃത്വത്തിന്റെ ഭാഗത്തു നിന്ന് ലഭിച്ചിരുന്നു. ഇത് ഏകദേശം അവസാന ദിവസങ്ങൾ, അതായത് അവസാനത്തെ 2-3 ദിവസം ഒഴിച്ചു നിർത്തി കഴിഞ്ഞാൽ അതിനു മുൻപ് വരെ ശ്രീലേഖ തന്നെ മേയറാകും എന്നുള്ള ഒരു ഉറപ്പ് തന്നെയായിരുന്നു അവർക്കും കിട്ടിയിരുന്നത്. ഒപ്പം സംസ്ഥാന നേതൃത്വവും അങ്ങനെ തന്നെയാണ് കരുതിയിരുന്നത്. പക്ഷേ അവസാന ദിവസങ്ങളിൽ RSS നേതൃത്വത്തിന്റെ ഇടപെടൽ, ആദ്യം പ്രാദേശിക നേതൃത്വം, സംസ്ഥാന നേതൃത്വം, പിന്നീട് ഏറ്റവും ഒടുവിൽ ദേശീയ നേതൃത്വം ഇടപെട്ടുകൊണ്ട് JP നദ്ദയോട് ഇക്കാര്യം സംസാരിക്കുകയും തുടർന്നാണ് VV രാജേഷിന്റെ പേരിലേക്ക് കാര്യങ്ങൾ എത്തുകയും ചെയ്തത്. സംസ്ഥാന നേതൃത്വം യഥാർത്ഥത്തിൽ അതിനുശേഷം വലിയ രീതിയിലുള്ള പ്രതിസന്ധിയിലായി. കാരണം സംസ്ഥാന അധ്യക്ഷൻ തന്നെ ഉറപ്പ് നൽകി, ആ ഉറപ്പ് പാലിക്കപ്പെടാതെ വന്നു. അതിനുശേഷം ശ്രീലേഖയെ അനുനയിപ്പിക്കാൻ വേണ്ടിയുള്ള നീക്കങ്ങളിലേക്ക് കടക്കുന്നു. ഒടുവിൽ വട്ടിയൂർക്കാവ് സീറ്റ് നൽകാം, അതല്ല അതിന് തയ്യാറാവുന്നില്ലെങ്കിൽ ദേശീയ വനിതാ കമ്മീഷനിലേക്ക് വരെ അവർക്ക് പ്രാതിനിധ്യം ഉറപ്പുവരുത്താമെന്നുള്ള ഉറപ്പുകൾ വരെ കൊടുക്കുന്നു. പക്ഷെ അതിനോടൊന്നും തന്നെ അനുകൂലമായ ഒരു നിലപാട്, അനുകൂലമായ ഒരു സമീപനം ശ്രീലേഖയിൽ നിന്നുണ്ടാകുന്നില്ല. അതായത് മേയർ സ്ഥാനം ലഭിക്കാത്തതിൽ ശ്രീലേഖ കടുത്ത അതൃപ്തിയിലാണ് എന്ന് തന്നെ സംസ്ഥാന നേതൃത്വത്തിന് ബോധ്യപ്പെടുന്ന വിധത്തിൽ അവരുടെ ഓഫറുകളോട് അനുകൂലമായോ പ്രതികൂലമായോ പ്രതികരിക്കാത്ത നിലയിലേക്ക് കാര്യങ്ങൾ മാറുകയായിരുന്നു. ഇപ്പോഴും വട്ടിയൂർക്കാവ് സീറ്റിനോട് അവർ പോസിറ്റീവായി പ്രതികരിച്ചിട്ടില്ല എന്ന് തന്നെയാണ് സംസ്ഥാന നേതൃത്വത്തിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. പക്ഷേ ഒരു ഒറ്റ കാര്യം കൊണ്ട് മാത്രമല്ല, അതിനുശേഷം നിരവധി തവണയായി ശ്രീലേഖയുടെ ഭാഗത്തു നിന്ന് സംസ്ഥാന നേതൃത്വവുമായി കൂടിയാലോചനകൾ നടത്താതെ ചില നിലപാടുകൾ, നീക്കങ്ങളൊക്കെ നടത്തുന്നു. ആദ്യം നമ്മൾ കണ്ടതാണ് ഓഫീസിന്റെ പേരിൽ വലിയൊരു തർക്കമുണ്ടാകുന്നു. അത് നേതൃത്വത്തെ വലിയ രീതിയിൽ പ്രതിസന്ധിയിലാക്കുന്നുണ്ട്. അവരോട് കൂടിയാലോചന നടത്താതെയുള്ള ഒരു നീക്കമായിരുന്നു അത്. അതിനുശേഷം ഇപ്പോൾ ഒരു മാധ്യമത്തിന് ഇത്തരത്തിൽ
തുറന്നടിച്ചുകൊണ്ട് ഒരു പ്രതികരണം നടത്തിയതിൽ വല്ലാത്ത ഒരു പ്രതിസന്ധിയിലേക്ക് സംസ്ഥാന നേതൃത്വം കടക്കുകയാണ്. കാരണം അത്തരം ഒരു ഉറപ്പ് സംസ്ഥാന നേതൃത്വം നൽകിയിട്ട് പോലും അത് പാലിക്കപ്പെടാത്ത ഒരു സ്ഥിതി ഉണ്ടാകുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഭരണം കിട്ടി നിൽക്കുന്ന അവസ്ഥയിൽ പോലും സംസ്ഥാന നേതൃത്വത്തിന്റെ ഒരു ഉറപ്പിനെ ചോദ്യം ചെയ്യുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇനിയിപ്പോൾ ഔദ്യോഗികമായ ഒരു പ്രതികരണം അവരുടെ ഭാഗത്തു നിന്ന് വരേണ്ടതുണ്ട്. പക്ഷേ ഈ ദിവസങ്ങളിലൊക്കെ തന്നെ ഈ മാധ്യമങ്ങൾ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ വളച്ചൊടിക്കുകയും വലിയൊരു തർക്കം BJP-യിൽ ഉണ്ട് എന്നുള്ള കാര്യം ചൂണ്ടിക്കാണിക്കുകയും ചെയ്തിരുന്നു, അല്ലെങ്കിൽ അങ്ങനെ ഒരു ആരോപണം ഉന്നയിക്കുകയും ചെയ്തിരുന്നു എന്നുള്ള കാര്യമാണ് BJP നേതാക്കൾ എല്ലാവരും തന്നെ പറഞ്ഞത്. പക്ഷേ അത് ആരോപണമല്ല, അതൊരു ഊഹാപോഹമല്ല, കൃത്യമായി ഉറപ്പ് ശ്രീലേഖയ്ക്ക് ലഭിച്ചിരുന്നു എന്നുള്ളത് തന്നെയാണ് നമുക്ക് ഈ കാര്യങ്ങൾ കൂടിയൊക്കെ തന്നെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അത് ശ്രീലേഖയുടെ അതൃപ്തി ഇത്ര ദിവസമായിട്ടും പോയിട്ടില്ല എന്ന് തന്നെ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ഈ ദിവസങ്ങളിൽ, അതായത് ശ്രീലേഖയ്ക്ക് മേയർ സ്ഥാനം ലഭിക്കാതെ വരുന്ന ഒരു സാഹചര്യത്തിൽ നേതൃത്വം ഒരു കാര്യം ഭയപ്പെട്ടിരുന്നു, ഏതെങ്കിലും നിലയിൽ ശ്രീലേഖ ഒരു കടുത്ത തീരുമാനത്തിലേക്ക് പോകുമോ എന്നുള്ളത്. ആ ഘട്ടത്തിലാണ് അതായത് ഒരു അനുനയ നീക്കം എന്നോണം BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖരും സംസ്ഥാന ജനറൽ സെക്രട്ടറി എസ് സുരേഷും അടക്കമുള്ളവർ വീട്ടിൽ ചെന്ന് കണ്ട് അനുനയ നീക്കം നടത്തിയത്. പക്ഷേ അതിലും ശ്രീലേഖ കീഴടങ്ങുന്നില്ല, അതല്ലെങ്കിൽ ആ വരുതിക്ക് വരുന്നില്ല എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അരുൺ, ശരി, താങ്ക് യു. ഹരിയാണ് വിവരങ്ങൾ നൽകിയത്. അപ്പോൾ കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ ആയിരുന്നു. മേയറാക്കാമെന്ന് പറഞ്ഞ് കൊതിപ്പിച്ചു, സ്ഥാനാർത്ഥിയാക്കി, അതിനുശേഷം മത്സരിച്ചു, ജയിച്ചു, അതിനുശേഷം മേയറാവാൻ വന്നപ്പോൾ മേയർ സ്ഥാനവും ഇല്ല, ഡെപ്യൂട്ടി മേയർ സ്ഥാനവും ഇല്ല, ഒടുവിൽ കൗൺസിലറായി ശ്രീലേഖ ഒതുങ്ങി. അപ്പോൾ ശ്രീലേഖ പറഞ്ഞതിനകത്തും കാര്യമുണ്ട്, മേയറാക്കാമെന്ന് പറഞ്ഞതുകൊണ്ടാണ് താൻ മത്സരിച്ചത് എന്ന് പറയുന്നു. വീണ്ടും ഒരിക്കൽ കൂടി BJP വെട്ടിലാക്കിയിരിക്കുകയാണ് ശ്രീലേഖ.